member is ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ ഹൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. വാർത്താ ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവക്ക് മദ്യം. അപ്പോൾ എവളും വെള്ളവാടിക്കാറിയാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, മറന്നുപോയിട്ടുള്ളവരൊക്കെ സബ് ചെയ്യും. ആരും സബ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സബ് ചെയ്യുന്നുള്ളൂ. സബ് ചെയ്യും. വളരെ വേണ്ടപ്പെട്ട, ഞെട്ടിക്കുന്ന, കണ്ണ് തള്ളിപ്പോകുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ വീഡിയോ ആണ്. നമ്മുടെ ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും നിങ്ങൾ കാണുമല്ലോ. അതിനകത്ത് പുള്ളി കുറച്ച് മുമ്പ്, എനിക്ക് തോന്നുന്നു ഇന്നലെ ആണെന്ന് തോന്നുന്നത്, വലുതായിട്ട് ആരും കണ്ടിട്ടില്ല, അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. അതിനകത്ത് പുള്ളി ഒന്ന് രണ്ട് പിന്നീട് കാര്യങ്ങൾ പറയുന്നത്, അതായത് ലക്ഷ്മിപ്രിയ ഹൻസിബയെ കുറിച്ച് പറഞ്ഞ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഒരു വീഡിയോ പുള്ളി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് ചത്തുപോകുന്ന ഒരു വീഡിയോ. അതായത് നമ്മുടെ ലക്ഷ്മിപ്രിയ നമ്മുടെ നീനാ കുറുപ്പിനെ വന്ന് ആലിംഗനം ചെയ്യുന്ന വീഡിയോ ആണ്. ഇത്രയ്ക്ക് അതായത് ഈ പറയുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മ യോഗത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ആലിംഗനമാണ്. അതായത് നീ പുഴുത്ത് ജാവൂടി എന്ന് പറഞ്ഞില്ല, അതിന് ശേഷമുള്ള സാധനമാണ്. അതിനുശേഷം അമ്മയുടെ പിന്നീട് ജനറൽ മീറ്റിംഗിന്റെ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന നമ്മുടെ നീനാ കുറുപ്പിനെ ഉൾപ്പെടെ തെറി പറഞ്ഞതും അവരെ കുറ്റം പറഞ്ഞതും നമുക്ക് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആലോചിച്ച് നോക്കണം. അപ്പൊ എന്തൊക്കെ പോട്ടെ, ഇതിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ. അതിനോടൊപ്പം നമ്മുടെ ശാന്തിവിള ദിനേശ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞ് നാറിയ ഒരു കഥ, ലക്ഷ്മിപ്രിയയുടെ പല കഥകളും പറയുന്നുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പും കൂടി വെക്കാമെന്നുള്ളതാണ്. ആദ്യം നമുക്ക് ആ കണ്ണ് തള്ളി പോകുന്ന ആ ഒരു വീഡിയോ വെക്കാം. ചിരിക്കരുത്, കാണിച്ചു തരാം. അയ്യേ എന്ന് ആരും അവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അമ്മയുടെ ജനറൽ മീറ്റിംഗിന് മുമ്പാണ് ഈ ഒരു വീഡിയോ. അതായത് പിന്നീട് നീ പുഴുത്ത് ചാകോടി നീ അനുഭവിക്കും എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് പറയാൻ ഇനി മറ്റൊന്നുമില്ല. അമ്മ അതിന് പ്രാഗിക്കൊന്ന ലക്ഷ്മിപ്രിയ. അതിനുശേഷം ഈ പറയുന്ന നീനാ കുറുപ്പിനെ അമ്മയുടെ ജനറൽ മീറ്റിംഗിന് അവിടെ വെച്ച് ഇവര് കണ്ടപ്പോൾ മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ഒരു സാധനമാണ് കണ്ടത്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ക്ഷമിക്കൂ, എനിക്ക് അപ്പോഴത്തെ ഒരു വൈകാരിക നിമിഷത്തിൽ എന്റെ കയ്യിൽ നിന്ന് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുക മാത്രമല്ല കവിളത്ത് ഉമ്മ വരെ കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനറൽ മീറ്റിംഗ് നടക്കുന്നത്. അതിനുശേഷമാണ് ഈ നീനാ കുറുപ്പിനെ ഉൾപ്പെടെ വന്ന് തെറി വിളിച്ചുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ കഥകൾ ഇറക്കിക്കൊണ്ട് അവിടെ കള്ളിയാണ് തേങ്ങയാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. ജനറൽ ബോഡിയിൽ ഇനി എന്നെ കുറിച്ച് നീ ഒന്നും പറയരുത്, അങ്ങ് നൈസായിട്ട് വിടൂ എന്നുള്ള ഉദ്ദേശത്തോട് കൊടുത്ത ഉമ്മയായിരിക്കും അത്. പക്ഷെ നീനാ കുറുപ്പ് അറിയില്ല. നീനാ കുറുപ്പ് ആ സമയത്ത് ഈ ഒരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് തന്നെ നീനാ കുറുപ്പിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മനസ്സിലാകും എന്തോ പെട്ടെന്ന് വന്ന് ചെയ്തപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളൊരു സാധനം. അതിനുശേഷം ജനറൽ ബോഡിക്ക് ശേഷം നീനാ കുറുപ്പ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. എന്താണ്, അവരുടെ പേര് പോലും എനിക്ക് ഉച്ചരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അത്രയ്ക്ക് വൃത്തികെട്ട നാറിയ കാര്യങ്ങളാണ് എന്നെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ്. ഇതാണ് ആ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ. അതിനുശേഷം ഈ ലക്ഷ്മിപ്രിയ നമ്മുടെ ആലപ്പി അഷ്റഫിനെ വിളിച്ചിട്ട് മറ്റേ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൻസിബയുടെ കേസ് ഉണ്ടല്ലോ, ആ സമയത്ത് ഈ കേസ് ഈ പോലീസ് സ്റ്റേഷനിൽ രണ്ട് നടിമാർ, അമ്മയുടെ ഭാരവാഹികൾ രണ്ടുപേർ വന്ന് രണ്ട് വലിയ അടിയായി എന്നൊക്കെ ആദ്യം പുറത്തുവിട്ടത്, പേര് പറയാതെ പുറത്തുവിട്ടത് ഈ ആലപ്പി അഷ്റഫാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലക്ഷ്മിപ്രിയ ആലപ്പി അഷ്റഫിനെ വിളിച്ച് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അതിന്റെ ക്ലിപ്പ് വയ്ക്കാം. കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കായോട് ഈ വിവരം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരമാണെന്ന്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, ഹൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ
തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. അവൾ വിളിച്ചു പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. ഹൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുവെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻ ലാലിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് ഈ പറയണ കേട്ടതൊന്നും മറ്റേ വിഷയം ചെറിയ വിഷയം അല്ല, അടി കിട്ടിയിരിക്കുന്നു. അതായത് അൻസിബയെ കൊണ്ട് അൻസിബ ഒന്നും അറിയാതെ ഒന്നുമില്ലാതെ ഒരു സാധനം എടുത്തിടത്തില്ല. ഓക്കെ, അങ്ങനെ അൻസിബ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പൊ എന്തോ വലിയൊരു സാധനം, ഇത് ഭർത്താവിന് ചെറിയ ഊഹമുണ്ട്. ഭർത്താവ് ആരടി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഇടി കൊടുത്തു. അപ്പോ അൻസിബയെ കൊണ്ട് പറയിപ്പിക്കണം. എന്താണ് അത്, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണ്, നീ എന്നെ ഒന്ന് ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് അൻസിബ എടുത്ത് പറഞ്ഞു. അൻസിബ അത് ചെയ്തില്ല. അതിനുള്ള ആ വേവാണ് ഇവിടെ കാണിച്ചത് എന്നുള്ളത്. ഇതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ ഹൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. മനസ്സിലായോ? അപ്പോ ഈ തീവ്രവാദി വിളി ഈ ടിനി ടോം മാത്രമല്ല, ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അവരുടെ ഗ്രൂപ്പ് മൊത്തം ഇത് മൊത്തത്തിൽ വ്യാപിച്ചു. ഇവിടെ ഒരു തീവ്രവാദിയാണ്, ഇവിടെ ഒരു മതപരിവർത്തനം ചെയ്യുന്ന ഒരു ജിഹാദിയാണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പുള്ളിയിൽ അതിന്റെ റെക്കോർഡ് കാണുമല്ലോ. ഇനി ഇല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് പുള്ളി എടുത്ത് റെക്കോർഡ് എടുത്ത് വെളിയിട്ട് കഴിഞ്ഞാൽ മനസ്സിലായോ, അണ്ണാക്കിൽ പിരിവിട്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ അൻസിബ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നു. അവരുടെ ഗ്രൂപ്പ് മൊത്തം ഇതൊരു അജണ്ടയായി എടുത്തുകൊണ്ട് ഇവളെ തീവ്രവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജിഹാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഇവളെ പുറത്താക്കാനുള്ള ഒരു ഗൂഢ നീക്കം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ മെയിൻ കണ്ണി ഈ പറയുന്ന ടിനി ടോം ആണെങ്കിലും ഈ ലക്ഷ്മിപ്രിയയും ഇത് പലരിടത്തുമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർ അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. മനസ്സിലായോ? അതിനുശേഷം ഇവരെന്ന് ആലപ്പുഴ അഷ്റഫിന്റെ അടുത്ത് പറയുന്നു. അതിനുശേഷം നമ്മുടെ പത്രസമ്മേളനം നടത്തി അവിടെയും പറയുന്നുണ്ട് അൻസിബ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ പിന്നിൽ ഒരു മത തീവ്രവാദികൾ ഉണ്ട്. അതായത് പരോക്ഷമായിട്ടും ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഈ പറയുന്ന അൻസിബ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരു തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചു, ഒരു മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ജിഹാദിയായി ചിത്രീകരിച്ചു എന്നുള്ളതിന് ഇവിടെ വേറെ വലിയ അത്രയ്ക്ക് തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ ശാന്തിപുര ദിനേശ് ഒരു 2-3 മണിക്കൂർ മുമ്പിട്ട ഒരു വീഡിയോയിൽ അവസാനം ഈ ലക്ഷ്മിപ്രിയയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. ഇതൊക്കെ ഇപ്പോൾ ഓർത്തത്, തുണി എടുക്കാൻ സമയമില്ലാത്ത ഒരുത്തി ഒരു യുവനടിയെ തോൽപ്പിക്കാനായി അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവൾക്ക് മദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചകം അടിക്കുന്ന കണ്ടപ്പോൾ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവൾക്ക് മദ്യം. അപ്പോൾ എവളും വെള്ളവാടിക്കാറിയാണെന്ന് മനസ്സിലായില്ലേ? ഭർത്താവ് ഉദ്യോഗസ്ഥനായിരിക്കുന്നവന് നന്നായി അറിയാവുന്ന വ്യഭിചാര കഥകൾ. ഐ ഡോണ്ട് നോ. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിലിരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവക്ക് പോലീസിൻ്റെ ചുമതലയുണ്ടോ വല്ലവളുടെയൊക്കെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ? എന്ത് പറയാൻ, തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നപുംസകം ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൂറി തോപ്പിക്കുക എന്ന് പറയും പോലെ നാറ്റി തോപ്പിക്കാനാണ് ഈ കക്ഷി ഇറങ്ങിയിരിക്കുന്നത്. ഇതും ഇതിൻ്റെ അപ്പുറവും ചിലപ്പോൾ ഇനി പറയാം നാളെ.
അപ്പോൾ തൂറി തോപ്പിക്കുക എന്ന് പറയുന്നത് പോലെ നാറ്റിച്ച് തോപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതല്ല, ഇതിന്റെ അപ്പുറവും ഇനി പറയാം. അങ്ങനെ കുറെ അവിഹിത കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ കമന്റ് ഒന്നും ചെയ്തില്ല, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതെ. ഇത് ശാന്തികുള ദിനേശ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, പേര് പറയാതെ. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് പേര് പറഞ്ഞില്ലെങ്കിലും മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോ എന്തായാലും ഇതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. ഈ പറയുന്ന ഏതാണ് നമ്മുടെ നീനാ കുറുപ്പിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് കവിളിൽ ഉമ്മ കൊടുത്ത് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ലക്ഷ്മിപ്രിയയാണ് കണ്ടത്. സോ സാഡ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? പാവം പെൺകുട്ടി കേട്ടോ, വാവിട്ട് എന്തോ പറഞ്ഞു. അത് എന്താണ് പറഞ്ഞതെന്ന് കേട്ടാൽ ആരും ആരും തിരിഞ്ഞു നോക്കില്ല. കാരണം അമ്മാതിരി പുഴുക്കണ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ പുഴുത്ത് നീ ക്യാൻസർ ഒന്ന് ചാമെന്ന് വരെ പറഞ്ഞു. മനസ്സിലായോ? എന്തത് എത്ര സമയം, ഏതാണ്ട് 1/4 മണിക്കൂർ നീണ്ട 4 ക്ലിപ്പുകളായിട്ടാണ് ഒരുത്തിയെ കുറിച്ച് തന്റെ സംഘടനയുണ്ടായിരുന്ന ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞു വരുത്തിയത്. ആ വാക്കുകളിൽ നമുക്കറിയാം എന്തുമാത്രം വിഷമാണ് ഇവര് എന്നുള്ളത്. അതിനുശേഷം ഒരു ഉടുപ്പില്ലാതെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് ജനറൽ ബോഡിയിൽ നിങ്ങൾ വന്ന് കൂടുതലൊന്നും പറയരുത്, എന്നെ ക്ഷമിച്ചു കളയാൻ, എനിക്കപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറയുന്നു. അതിനുശേഷം ജനറൽ ബോഡിയിൽ അവർക്കെതിരായിട്ട് തിരിയുന്നു. ആ ജനറൽ ബോഡി കഴിഞ്ഞ് എല്ലാം ഈ പറഞ്ഞ് രാജിവെച്ച് ഇപ്പോ കട്ടയംകുടം മടങ്ങി പുറത്തു വന്നതിന് ശേഷം വീണ്ടും അൻസിബ അടക്കം ഈ നീനാ കുറുപ്പിനെ അടക്കം കുറ്റം പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. ഇത്രയേ ഉള്ളൂ, കണ്ണിൽ പൊടിയിടുക എന്ന്. നമ്മൾ കണ്ടാൽ തോന്നും അയ്യോ പാവം, കണ്ടോ അവര് തെറ്റ് തിരുത്തി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടോ എന്ന്. ആത്മാർത്ഥതയായിട്ടാണ് തോന്നും. ആത്മാർത്ഥതയുടെ ഒരു തരി പോലും ഇല്ല. അവിടെയും കള്ളമാണ്, മനസ്സിലായോ? അവിടെയും ചതിക്കുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ എന്താണ് ജയിക്കണം, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കുറച്ചു നേരം ഒന്ന് അഭിനയിക്കുക, വേണമെങ്കിൽ കാല് വരെ നക്കി കൊടുക്കുക, കാര്യം നേടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കാല് വരെ നക്കും. അതിനുശേഷം കാര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി അവിടെ നിന്ന്. അപ്പൊ ഇവിടെ ഈ ജനറൽ ബോഡിക്ക് മുമ്പ് ഈ ഒരു സാധനം ചെയ്തു. ജനറൽ ബോഡിക്ക് ഈ നീനാ കുറുപ്പ് ഇവർക്കെതിരായിട്ട് നിന്നു, രാജിവെക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം വീണ്ടും തെറിയാണല്ലോ, വീണ്ടും ഇവരെ കുറിച്ച് എന്താണ് ഈ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയാണല്ലോ ചെയ്തത്. അല്ലാതെ അതോടുകൂടി നിർത്തി ശരി ഓക്കെ ഇനി നമ്മൾ സമ്മതിച്ചു, ശരി അവർ ക്ഷമിച്ചു, അവർ ആത്മാർത്ഥമായിട്ട്, അങ്ങനെയല്ലല്ലോ. തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും പരാതികളും ഈ പറയുന്ന അവിഹിത കഥകളും ഈ പറയുന്ന ഉണ്ടാക്കി പറയുന്ന സംഭവങ്ങളൊക്കെ ഇറങ്ങില്ലേ. എന്തായാലും ലക്ഷ്യപ്രിയയുടെ ടൈം അത്ര ശരിയല്ല. കൂട്ടത്തിൽ സ്വന്തം ഭർത്താവിന്റെ ടൈം ശരിയല്ല. വായടച്ച് മൊഴിയാക്കിയിരിക്കുന്നതാണ് നല്ലത്. സ്വന്തം ഭാര്യയുടെ പലതും താങ്കൾക്ക് അറിയാവുന്ന ഈ പറയുന്ന പിന്നീട് നമ്മുടെ ശാന്തികുള ദിനേശ് പറയുന്നത്. അപ്പൊ അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഘോരഘോരം സാഹിത്യം വിളമ്പുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാരും മന്ദബുദ്ധികളല്ല, അവരെല്ലാരും അരിയാഹാരം കഴിക്കുന്നവർക്കാണ്. അവർക്കെല്ലാം മനസ്സിലാക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് നല്ലത്, ഏറ്റവും നല്ലത് വാടച്ച് കമാന്നൊരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങും. വാ തുറന്ന നിങ്ങളുടെ മണ്ടത്തറയെ പറയുള്ളൂ, നിങ്ങൾ സെൽഫ് കോളേ അടിക്കുള്ളൂ. അത് ഇവിടെ എല്ലാവരും ഇട്ട് അലക്കും, നിങ്ങൾ ഫുൾ എയറിലായിരിക്കും. അപ്പൊ കാണാം. ശരി.